ക്ലാസ് 9 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 28 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ട്. എത്ര സമയം കൊണ്ട്? 4 സെക്കൻഡ് സമയം കൊണ്ട്. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. ത്വരണം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഈ ബോൾ മുകളിൽ നിന്നും താഴോട്ടേക്ക് വീഴുകയാണ്, റസ്റ്റിൽ നിന്നും താഴോട്ടേക്ക് വീഴുകയാണ്. സോ ഈ 400 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്തിരിക്കുന്ന ടൈമാണ്, സമയമാണ് നമ്മളോട് ചോദിക്കുന്നത്. Hey guys, welcome back to Physics Wala. ക്ലാസ് 9 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലൈവ് സെഷനിൽ നമ്മൾ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എന്ന് മാത്രം നമ്മൾ വളരെ വേഗം ഡിസ്കസ് ചെയ്തു പോവാണ്. സോ ആദ്യ ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്: എ വെഹിക്കിൾ ട്രാവൽസ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് എ വെലോസിറ്റി ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ്. സോ ഒരു വെഹിക്കിൾ സ്ട്രേറ്റ് ലൈനിൽ നേർരേഖയിൽ 25 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പോവാണ്. എന്നിട്ട് പറയുന്നു ഇയാൾ 400 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാണ്. സോ ഈ 400 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്തിരിക്കുന്ന ടൈമാണ്, സമയമാണ് നമ്മളോട് ചോദിക്കുന്നത്. എളുപ്പ പരിപാടിയാ. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. നമ്മളോട് ഇവിടെ ചോദിച്ചത് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയാ, സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയാ. എന്താ ചെയ്യേണ്ടത്? ഡിസ്പ്ലേസ്മെന്റിനെ എടുക്കുക, എന്നിട്ടോ അയാളെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി എടുത്താൽ നമുക്ക് ടൈം അല്ലെങ്കിൽ സമയം കണ്ടുപിടിക്കാം. സോ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യുക, കണ്ടുപിടിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ക്ലാസ് 9 ലോഗ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. വെറും 1499 റുപ്പീസിന് നിങ്ങൾക്ക് ക്ലാസ് 9 ലോഗ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സോ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് ക്ലാസ് 9 ലോഗ ബാച്ച്. സോ സമയം വൈകിക്കണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എ ചൈൽഡ് റൺസ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് സർക്കംഫറൻസ് 120 മീറ്റർ. ചുറ്റളവ് 120 മീറ്റർ ഉള്ള ഒരു സർക്കിളിലൂടെ ഒരു കുട്ടി ഓടുകയാണ്. എങ്ങനെയാ കുട്ടി ഓടുന്നതെന്നറിയോ? കുട്ടി എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എയിലേക്ക് തന്നെ എത്തുന്നുണ്ട്. പക്ഷെ ബി വഴിയാണ് പോകുന്നത്. സോ എയിൽ നിന്നും ബി വഴി അയാൾ തിരിച്ച് എയിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കാണേണ്ടത് ദൂരവും സ്ഥാനാന്തരവുമാണ്. എളുപ്പമല്ലേ? എളുപ്പമാണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജെക്ട് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 36 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 മിനിറ്റ്. 36 മീറ്റർ പെർ സെക്കൻഡ് വേഗതയോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ഒരു മിനിറ്റിലുണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 സെക്കൻഡാ. സോ 60 സെക്കൻഡ് സമയം ഇയാൾ 36 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്, എത്രയായിരിക്കും സ്ഥാനാന്തരം എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്: ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജെക്ട് ചേഞ്ചസ് ഫ്രം 4 മീറ്റർ പെർ സെക്കൻഡ് ടു 28 മീറ്റർ പെർ സെക്കൻഡ്. സോ 4 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടായിരുന്നു. ഈ 4 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ നിന്നും 28 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ട്. എത്ര സമയം കൊണ്ട്? 4 സെക്കൻഡ് സമയം കൊണ്ട്. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ത്വരണമാണ്. ത്വരണം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ സമയമാണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എളുപ്പ പരിപാടിയാണ്, സിമ്പിൾ പരിപാടിയാണ്. സോ ചെയ്തു നോക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? റെഡി അല്ലേ? സെറ്റ് ആണേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്: an object falls down from rest and moves with an acceleration of 10 meter per second square, hits the ground with a velocity of 20 meter per second. From what height does the object fall? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആ, എളുപ്പമുള്ള ചോദ്യ. എന്താ പറയുന്നതെന്നറിയോ? ഒരു ഒബ്ജക്റ്റ് റസ്റ്റിൽ നിന്നും താഴോട്ടേക്ക് വീഴുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ബോളിനെ എടുത്തു. ഈ ബോൾ മുകളിൽ നിന്നും താഴോട്ടേക്ക് വീഴുകയാണ്, റസ്റ്റിൽ നിന്നും താഴോട്ടേക്ക് വീഴുകയാണ്. റസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അയാളുടെ ആദ്യ പ്രവേഗം 0 ആണ്. സോ ആദ്യ പ്രവേഗം 0 ആയിട്ടുള്ള വസ്തു താഴോട്ടേക്ക് ഗ്രൗണ്ടിൽ വന്ന് ഇടിക്കൂലേ? ആ ഗ്രൗണ്ടിൽ വന്ന് ആ ബോൾ ഇടിക്കുന്ന സമയത്ത് അയാളുടെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ നമ്മളോട് പറഞ്ഞു 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് അയാൾ താഴെ വന്ന് ഇടിക്കുമ്പോഴുള്ള വെലോസിറ്റി. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഫ്രം വാട്ട് ഹൈറ്റ് ഡസ് ദ ഒബ്ജെക്ട് ഫോൾ? ഈ ഒബ്ജെക്ട് എത്ര ഹൈറ്റിൽ നിന്നാണ് താഴോട്ടേക്ക് വീഴുന്നത്? അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഹൈറ്റ് കാണാൻ പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കാണണം. സോ ഇവിടെ നമ്മുടെ കയ്യിൽ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ എന്താ തന്നത്? ആക്സിലറേഷൻ തന്നു. ആക്സിലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആ. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ഇനി ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാം. സോ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. സോ താങ്ക് യു വൺ ആൻഡ് ആൾ.